നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി സിംപ്ലിഫൈഡ് വിത്ത് അർച്ചന. ഇത് നമ്മുടെ കേരള സിലബസിന്റെ 10ാം ക്ലാസ്സിലെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന ചാപ്റ്ററിലെ തേർഡ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ചും നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 2 ബ്രാഞ്ചും അല്ലെങ്കിൽ മോർ ദാൻ 1 ബ്രാഞ്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച് പറഞ്ഞ സമയത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ലോങ്സ്റ്റ് ചെയിൻ അതിൽ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രാഞ്ചസിന് എപ്പോഴും എന്ത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോവസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ നമ്പേഴ്സ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് നമ്മൾ എവിടെയും ഫോളോ ചെയ്യേണ്ടത്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ വരുമ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ കിട്ടിക്കഴിഞ്ഞാൽ, എന്താണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഒരു ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, ആൽക്കീൻ ആയിരിക്കും. അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു ആൽക്കൈൻ ആയിരിക്കും എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീനും അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈനും ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാർബൺ കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഫോർമുല നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആദ്യം അതിന്റെ വേർഡ് റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീൻ ആൽക്കൈൻ ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട്, ഇപ്പൊ ബ്യൂട്ടാണോ പ്രൊപ്പാണോ പെന്റാണോ, വേർഡ് റൂട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതിനുശേഷം നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഒരു ഹൈഫൺ വെച്ച് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പൊസിഷൻ നോക്കണം, എവിടെയാണ് ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ വരുന്നത്. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ ചെയ്തിട്ട് നോക്കാം. എവിടെയാണോ ചെറിയ നമ്പർ പൊസിഷൻ ആയിട്ട് വരുന്നത്, ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ നമ്പർ ചെറുതായിട്ട് വരുന്നത്, ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അതിനുശേഷം ഹൈഫൺ വീണ്ടും കൊടുക്കുക. പിന്നെ അതിനുശേഷം ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ എന്നും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ എന്നും വെച്ച് അതിന് സഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നോമൻക്ലേച്ചർ എഴുതുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഐഡിയ കിട്ടുട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 ആണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആദ്യം നമുക്ക് വേർഡ് റൂട്ട് നോക്കണം അല്ലെ. വേർഡ് റൂട്ട് നോക്കുമ്പോൾ ഇവിടെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 1 2 3 4 4 കാർബൺ ആറ്റംസ് ആണ്. അപ്പൊ വേർഡ് റൂട്ട് വരുമ്പോ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, ബ്യൂട്ടാണ്. 4 കാർബൺ ആറ്റം ആണെങ്കിൽ എന്താണ്, ബ്യൂട്ടാണ്. അതിനുശേഷം നമ്മുടെ റൂൾ എന്താണ്, നമ്മളൊരു ഹൈഫൺ വെച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇനി നമുക്ക് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് നോക്കാം. ഇവിടെ നോക്കിയേ, CH2 ഡബിൾ ബോണ്ട് ആണ് വരുന്നത്. അതായത് ഒന്നാമത്തെ കാർബണിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ എത്രയിലായിരിക്കും, ഇവിടുന്ന് നിങ്ങൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 കാർബണിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള. അപ്പൊ ചെറിയ പൊസിഷൻ നോക്കുമ്പോൾ നമ്മൾ ഏതാണ് ചെറിയ പൊസിഷൻ എടുക്കേണ്ടത്, 1 അറ്റാച്ച് ചെയ്തിട്ടുള്ള പൊസിഷൻ ആണ്. അപ്പൊ എന്ത് വരും, ബ്യൂട്ട് 1 ആണ് പൊസിഷൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം എന്താണ്, ഹൈഫൺ വെച്ച് നിങ്ങൾ വേഗം വീണ്ടും സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡബിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് എന്താണ് ലാസ്റ്റ് നമ്മളെ സഫിക്സ് വരുന്നത് എന്തായിരിക്കും, ഈൻ എന്തായിരിക്കും. അപ്പൊ ഇതിന്റെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ IUPAC നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്യൂട്ട് 1 ഈൻ. ബ്യൂട്ട് ആണ് വേർഡ് റൂട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു ഹൈഫൺ കൊടുത്തു. ഒന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തത്, അതുകൊണ്ട് 1 എന്ന നമ്പർ കൊടുത്തു. വീണ്ടും ഹൈഫൺ ഇട്ടു. അറ്റാച്ച് ചെയ്തത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ സഫിക്സ് വരുന്നത് എന്തായിരിക്കും, ഈൻ എന്ന സഫിക്സ് ആണ് ഇവിടെ വരുന്നത്. ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും നമ്മൾ എന്ത് നോക്കണം, വേർഡ് റൂട്ട് നോക്കണം. കണ്ടോ, ഒന്നാമത്തെ കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റം, മൂന്നാമത്തത്, നാലാമത്തത്. ഏതായിരിക്കും വേർഡ് റൂട്ട് വരുന്നത്, ബ്യൂട്ട് തന്നെയാണ് വേർഡ് റൂട്ട് വരുന്നത്. ബ്യൂട്ട് വന്നു. വീണ്ടും നമ്മൾ റൂൾ ഫോളോ ചെയ്യുക, ഹൈഫൻ ഇട്ടു. ഇനി നോക്കാം,
നമ്മളെ പൊസിഷൻ ആണ്, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്ത സമയത്ത് രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത്. 4 ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുമ്പോഴും എന്താണ്, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ഏതായിരിക്കും പൊസിഷൻ വരുന്നത്, ബ്യൂട്ട് 2 എന്ന് വരും. പൊസിഷൻ എന്താണ്, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഇവിടെ വരുന്നത് 2 ആണ്. ഹൈഫൺ കൊടുത്തു, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് എന്തായിരിക്കും, ഈനായിരിക്കും. ആണല്ലോ, ബ്യൂട്ട് 2 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വേർഡ് റൂട്ട് കണ്ടുപിടിക്കാൻ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് നോക്കണം. 1 2 3 4 5 ആണല്ലോ, 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. ഇനി വീണ്ടും തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ചെയ്തിട്ട് കൊടുക്കാം. 1 2 3 4 5 എന്ന് നമുക്ക് വരും. ആണല്ലോ, 5 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് എന്തായിരിക്കും, പെന്റ് ആയിരിക്കും. ആണല്ലോ, 5 കാർബൺ ആറ്റംസ് ആണെങ്കിൽ പെന്റ് ആയിരിക്കും. ഹൈഫൺ കൊടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നോക്കുമ്പോ ഈ ഒരു നമ്പറിങ്, ആദ്യത്തെ നമ്മളെ നമ്പറിങ് ആണെങ്കിൽ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് എന്ത് വരുന്നത്, ഡബിൾ ബോണ്ട് വരുന്നത്. റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആരാ എടുക്കേണ്ടത്, ഏറ്റവും ചെറിയ പൊസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ 2 എടുക്കും. ആണല്ലോ, 2 എടുക്കും. ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു, വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ ഉള്ളത് ഏതാ, ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഈൻ വെച്ചിട്ട് നമ്മൾ എൻഡ് ചെയ്യും. പെന്റ് 2 ഈൻ എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ആണല്ലോ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇത്രയും നേരം നമ്മൾ ഡബിൾ ബോണ്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം കാർബൺ ആറ്റംസ് എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 എന്ന് കിട്ടി. ആണല്ലോ, 1 2 3 4 എന്ന് കിട്ടി. ഇനി അപ്പൊ 4 ആവുമ്പോ ബ്യൂട്ട് ആണ് വരുന്നത്, ബ്യൂട്ട് ആണ് വരുന്നത്. ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാർബണിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1 എന്ന് കൊടുക്കുന്നു. ആണല്ലോ, 1 കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈഫൺ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഫിക്സ് ആഡ് ചെയ്യണം. നേരത്തെ ഒക്കെ എന്തായിരുന്നു, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ ഈൻ കൊടുത്തു, ആൽക്കീൻ ആയതുകൊണ്ട് തന്നെ ഈൻ കൊടുത്തു. ഇവിടെ നോക്കിയ ട്രിപ്പിൾ ബോണ്ട് ആണ്, അപ്പൊ വരുന്നത് എന്തായിരിക്കും, ഐൻ ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് ആവുമ്പോ വരുന്നത് എന്തായിരിക്കും, ഐൻ ആയിരിക്കും. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എത്ര കാർബൺ ആറ്റംസ് എന്ന് സെലക്ട് ചെയ്യണം. എത്ര കാർബൺ ആറ്റംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വേർഡ് റൂട്ട് കിട്ടും. വേർഡ് റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ട് സൈഡിലേക്ക് നമ്പർ ചെയ്ത് ഈ ഡബിൾ ബോണ്ടിന് ഏതാണോ ചെറിയ പൊസിഷൻ എന്ന് നോക്കുക. അതിനുശേഷം ആ പൊസിഷൻ എഴുതിയതിനു ശേഷം വീണ്ടും ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ സഫിക്സ് ഈനാണോ ഐനാണോ സഫിക്സ് വരുന്നത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു ബോക്സിൽ കംപ്ലീറ്റ് ടേബിളിൽ കൊടുത്ത 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തതാണ് CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഈസി ആയിട്ട് എഴുതാലോ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാ 1 2 3 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പൊ 3 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും, പ്രൊപ്പ് ആയിരിക്കും. ആണല്ലോ, പ്രൊപ്പ് ആയിരിക്കും. ഇവിടുന്ന് ഇപ്പൊ നമ്മൾ നമ്പർ ചെയ്തപ്പോ രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ തിരിച്ചൊന്ന് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3. അപ്പൊ ആരെയിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, 1 ആണ്. 2 ആണോ 1 ആണോ നമ്മൾ എടുക്കുക, 1 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ പ്രൊപ്പ് എഴുതി ഹൈഫൺ ഇടുന്നു. പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് വരുന്നത് 1 ആണ്. വീണ്ടും ഹൈഫൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാണ്. ഇവിടെ ഉള്ളത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സഫിക്സ് വരുന്നത് എന്തായിരിക്കും, ഈനായിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വീണ്ടും നമുക്കൊരു കാർബൺ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. 1 2 3 4 5 ആണല്ലോ, 5 കാർബൺ ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. 1 2 3 4 5 എന്ന് പറഞ്ഞ് 5 കാർബൺ ആറ്റംസ് നമുക്ക് തന്നിട്ടുണ്ട്. 5 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് വരുന്നത് എന്തായിരിക്കും, പെന്റ് ആയിരിക്കും. അതിനുശേഷം നമ്മളെ റൂള് പ്രകാരം നമ്മൾ ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ചെയ്യുന്നു. നമ്പർ ചെയ്യുന്ന സമയത്ത് ഏത് കാർബണിനാണോ പൊസിഷൻ
കിട്ടുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് ചെറിയ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. 2 ആണോ സെലക്ട് ചെയ്യേണ്ടത്, 3 ആണോ സെലക്ട് ചെയ്യേണ്ടത്? നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ 2 ആണ്. അപ്പൊ പെന്റ് 2 വരും. അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് വരുന്നത് എന്തായിരിക്കും? അയിനായിരിക്കും. അപ്പൊ പെന്റ് 2 അയിനാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ കോമ്പൗണ്ട്സ് തന്നു കഴിഞ്ഞാൽ IUPAC നെയിം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇനി തിരിച്ചുള്ളത് നോക്കാം. IUPAC നെയിം തന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ 2 IUPAC നെയിം എഴുതിയിട്ടുണ്ട്. ഒന്ന് എന്താണ്? ഹെക്സ് 2E എഴുതിയിട്ടുണ്ട്, ഹെപ്റ്റ് 3I എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ എഴുതുക എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഹെക്സ് ആണ് ഇവിടെ. വേർഡ് റൂട്ട് എത്രയാണ് വന്നിട്ടുള്ളത്? ഹെക്സ് ആണ്. ഹെക്സ് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും? 6 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം 6 കാർബൺ ആറ്റംസ് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്തിട്ട് വെക്കാം. 1 2 3 4 5 6 6 കാർബൺ ആറ്റംസ്. ഇനി 2 ആണ് ഇവിടെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് കൊടുത്തിട്ടുള്ളത് ആണല്ലോ. 2 ആണ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. ഈനായതുകൊണ്ട് തന്നെ അതെന്താണ്? ഡബിൾ ബോണ്ട് ആണ്. സംഭവം കഴിഞ്ഞു. ഹെക്സ് ആണ് അതിന്റെ വേർഡ് റൂട്ട് വരുന്നത്. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈനാണെങ്കിൽ ഡബിൾ ബോണ്ട് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ട് കൊടുത്താൽ മതി. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4 ആണെന്ന് അറിയണം കേട്ടോ. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പൊ ചുറ്റും 4 ബോണ്ട് വേണം. ഒന്നെങ്കിൽ ഹൈഡ്രജൻ ആറ്റം ആവാം, അല്ലെങ്കിൽ ഈ ബോണ്ട് ആവാം. ചുറ്റും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ 1 ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം ആണല്ലോ. 3 ഹൈഡ്രജൻ വേണം. അതിന്റെ കൂടെ 1 4 ആയി. ഇനി ഈ കാർബണിന് നോക്കുക, ചുറ്റും 3 ബോണ്ട് ഉണ്ട്. അപ്പൊ എത്ര മതി? 1 ഹൈഡ്രജൻ മതി. ഇവിടെ നോക്കുക, ഇവിടെയും അത് തന്നെയാണ് കേസ് വരുന്നത്. CH മതി. ഇവിടെ 2 ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെയും എന്ത് കൊടുക്കുക? 2 ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെയും എന്ത് കൊടുക്കുക? 1 ഉണ്ട്. അപ്പൊ 3 എണ്ണം കൊടുക്കുക. 3 എണ്ണം കൊടുക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3. ഇങ്ങനെയും എന്ത് എഴുതാം? ഇതിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് വെക്കാം. ഇനി അടുത്തത് നോക്കുക, ഹെപ്റ്റ് 3I ആണ് കേട്ടോ. ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 7 കാർബൺ ആറ്റംസ് ഉണ്ട്. 7 കാർബണിന്റെ മൂന്നാമത്തെ പൊസിഷന്റെ അയിനാണ് എന്തുണ്ട്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നോക്കിയാലോ, 7 കാർബൺ ആറ്റംസ് ആണ്. 1 2 3 4 5 6 7. അതില് മൂന്നാമത്തേലാണ് ആരുള്ളത്? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ആണല്ലോ. മൂന്നാമത്തേല് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാം. ആദ്യത്തേല് എന്ത് വരും? CH3 എന്ന് വരും. രണ്ടാമത്തേൽ എത്ര മതി? CH2 വരും. ഇവിടെ എന്താണ് വേണോ? ഹൈഡ്രജൻ വേണോ? ഹൈഡ്രജൻ വേണ്ട ആവശ്യം ഇല്ല. ഈ കാർബൺ ആറ്റത്തിന് ഹൈഡ്രജൻ വേണ്ട. 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ആറ്റത്തിന് വാലൻസി വേണ്ട. ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റംസ് അല്ലെങ്കിൽ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് കൊടുക്കാം? 2 Hന്റെ ആവശ്യമുണ്ട്. ഇവിടെ 2 H വേണം. അതേപോലെ തന്നെ ഇവിടെ എത്ര H വേണം? ഇവിടെ 3 H വേണം. അപ്പൊ ഇവിടെ ഇതും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഇവിടെ എഴുതാം കേട്ടോ. ഇവിടെ എഴുതാം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും? CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് C, ട്രിപ്പിൾ ബോണ്ട് C, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH3 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ IUPAC നെയിമും IUPAC നെയിം തന്നു കഴിഞ്ഞാൽ അതിന്റെ കോമ്പൗണ്ടും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു കോമ്പൗണ്ട് ആണ് തരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ അതിന്റെ വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക. അത് ഒരു ഹൈഫൺ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം ലോവസ്റ്റ് പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് കൊടുക്കുക.
ഹൈഫൺ വെച്ച് വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു. സഫിക്സ് ആയിട്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ എന്നും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ എന്നും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, അത് എന്താ കോമ്പൗണ്ട് നെയിം ചെയ്യാണ്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് കോമ്പൗണ്ടിന്റെ IUPAC നെയിം തന്ന അതിന്റെ സ്ട്രക്ചർ ആണ് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ എന്താ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കുക. ആദ്യം കാർബൺ ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക, ഒരു കാർബൺ സ്കെൽട്ടൺ വരയ്ക്കുക. അതില് പൊസിഷൻ ഏതാ നോക്കുക. പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആണോ ട്രിപ്പിൾ ബോണ്ട് ആണോ നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ അവിടെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രം കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.